Good morning, everyone. After a short while, we are coming back to our classes. And you remember in the last classes, we were discussing modals. Yes, modal auxiliaries. I think you all remember that. And which were the modal auxiliaries? Do you remember that? The modal auxiliaries mainly are can, could, may, might, must, then shall, should, will, would, need to and ought to. യെസ്, അപ്പം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ? ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ക്യാൻ, കുഡും മേ, മൈറ്റ്, മസ്റ്റും ആയിരുന്നു അല്ലേ? സോ നെക്സ്റ്റ് modal auxiliaries that we are going to discuss is the usage of shall and should. In which all situations we can use shall and should. Okay, ready all of you? So the first usage where we can make use of this modal auxiliary shall is to indicate future action. That is, in order to show any future action, we are using shall. Will also we are using for showing future actions, but here we are discussing about shall and should. So ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ ആക്ഷൻസ് കാണിക്കാനാണ് നമ്മൾ ഷാൾ യൂസ് ചെയ്യുന്നത് അല്ലേ? യു ക്യാൻ സീ ദി എക്സാമ്പിൾ. I shall change the layout. I shall change the layout. ആ ലേഔട്ട് ഞാൻ മാറ്റും, അല്ലെങ്കിൽ എനിക്കത് മാറ്റണം. I shall change it. I shall change my decision to visit the place during this time. Understood that? So in order to show any future actions, we are using shall. മനസ്സിലായല്ലോ? Then the second situation where we can use shall is to express any determination. നമ്മളുടെ എന്തെങ്കിലും തീരുമാനങ്ങൾ, നമ്മളുടെ എന്തെങ്കിലും എന്താ പറയുക, ഡിസിഷൻസ്, നമ്മൾ ഡിറ്റർമിൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഡിസിഷൻ എടുത്ത കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു modal auxiliary ആണ് ഏത്? ഷാൽ എന്നുള്ളത്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? യൂസ്ഡ് ടു എക്സ്പ്രസ് ഡിറ്റർമിനേഷൻ. സി, നമ്മൾ ഇതൊക്കെ റൂൾസ് പറയാനും വേണ്ടിയിട്ടാണ് ഈ സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യാം, ആ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ട് എക്സാമിനേഷന് കൊണ്ടുപോയിട്ട് നേരെ ഇത് ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. ഓൾറെഡി നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ഒരു ക്ലാസ്സുകളൊക്കെ കേൾക്കുക, കേട്ടതിന് ശേഷം കുറച്ച് ഗ്രാമറിൻ്റെ നമ്മൾ ബുക്കുകളോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ എവിടെയാണ് ഇതിൻ്റെയൊക്കെ യൂസേജ് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. അല്ലാണ്ട് നമ്മൾ ഏത് ഗ്രാമാറ്റിക്കൽ പോർഷൻസും റൂൾസ് പഠിക്കുന്നത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി വെക്കുക, അല്ലാണ്ട് റൂൾസ് നമുക്കങ്ങനെ ബൈ ഹാർട്ടായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും നമ്മൾ റൂൾസ് ഒന്ന് ആദ്യമേ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അത് കണ്ടിട്ട് ആരും ഭയപ്പെടുകയൊന്നും വേണ്ട, അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. റൂളൊന്നും ആരും ചോദിക്കില്ല. ചോദിക്കുക എങ്ങനെയാണ്? ഹൗ ടു യൂസ് ദിസ്, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ട് യൂസ് ദ അപ്രോപ്രിയേറ്റ് modal auxiliary ദാറ്റ് ഈസ് നെസസറി ഹിയർ, അങ്ങനെയൊക്കെ തരുള്ളൂ. അതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷനൊന്നും ആവണ്ട. ഇറ്റ്സ് വെരി ഈസി. സോ വി ആർ സേയിങ് ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ഡിറ്റർമിനേഷൻ വി ആർ യൂസിങ് ഷാൽ. മനസ്സിലായല്ലോ? അപ്പോൾ എക്സാമ്പിൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഐ ഷാൽ സ്ട്രൈവ് ടു ഓവർകം ദ ഇഷ്യൂസ്. നമ്മളുടെ ഒരു ഡിസിഷനാണത്, ഒരു ഡിറ്റർമിനേഷനാണ് അല്ലേ? ഐ ആം ഗോയിങ് ത്രൂ സോ മെനി പ്രോബ്ലംസ് നൗ ഡേയ്സ് ആൻഡ് ഐ ഷാൽ സ്ട്രൈവ് ടു ഓവർകം എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് എല്ലാം തന്നെ തരണം ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കണം. അതൊരു ഡിസിഷനാണ്, അതൊരു ഡിറ്റർമിനേഷനാണ്. അപ്പം നമ്മൾ കീ പോയിൻ്റായിട്ട് ഏത് വേർഡാണ് ഓർമ്മിക്കേണ്ടത് ഇതിൽ? ഡിറ്റർമിനേഷൻ കാണിക്കാനും നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഷാളാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഐ ഷാൽ സ്ട്രൈവ് ടു ഓവർകം ദ ഇഷ്യൂസ്. ക്ലിയർ? ഓക്കെ.
Next point is very easy to understand. That is in spoken English. We know, every one of us know that. That is in spoken English, we are not saying shall or will or any modal auxiliary in the complete form. Instead, we are using the contracted forms, that is the short forms. The short forms we are using in spoken English. അല്ലേ, സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഷാലും വില്ലും ഒക്കെ നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോംസാണ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ഫോംസ് ഏതാണ്? ഐൽ, യെസ്, ഐ ഷാൽ എന്നുള്ളതിന് ഐ എപ്പസ്ട്രോഫി ഡബിൾ എൽ. അണ്ടർസ്റ്റുഡ് ദാറ്റ്? ഐ എപ്പസ്ട്രോഫി ഡബിൾ എൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ. മനസ്സിലായല്ലോ? ഇൻ സ്പോക്കൺ ആൻഡ് ഇൻഫോർമൽ ലാംഗ്വേജ് ഷാൽ ആൻഡ് വിൽ ആർ ഷോർട്ടൻഡ് ആസ് എപ്പസ്ട്രോഫി ഡബിൾ എൽ. ഐ ഷാൽ എന്ന് എഴുതുന്നതിന് പകരം ഐ എപ്പസ്ട്രോഫി ഡബിൾ എൽ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് മേ ഡിനോട്ട് ഐൽ ഓർ ഐ ഷാൽ. Understood that? Okay, the example provided here is I'll change or I shall change the layout in the next stage. So you can use apostrophe double L in informal languages and spoken language also. Understood? So എളുപ്പമല്ലേ? അപ്പം ഷാൾ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? In order to show future actions, in order to show any determinations also. Understood? 2 points ഓർമ്മിച്ച് വെക്കാം. അടുത്തത് ഏതാണ്? ഷുഡ്. ഷുഡ് മീൻസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഷാൽ അല്ലേ? ഷാലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഏത്? ഷുഡ് എന്നുള്ള മൊഡാൽ ഓക്സിലറി. സോ വേർ വി ആർ യൂസിങ് ദാറ്റ് ഷുഡ്. The first example or the first usage you can see on the screen is to show ideal action or to show best action. ഏറ്റവും നല്ല ഒരു തീരുമാനം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ഡീഡ്, ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ, ഒരു സജഷൻ, ഇതൊക്കെ കാണിക്കാൻ ബെസ്റ്റ് ഓഫ് ദ ഐഡിയൽസ് ബെസ്റ്റ് ഓഫ് ദ ആക്ഷൻസ് കാണിക്കാൻ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ. ദിസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ബിഫോർ വി അപ്ഡേറ്റ് ദ ഡേറ്റാബേസ്. ദിസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട്. നമ്മൾ ഈ ഒരു ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപേ ദിസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട്. ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഇത് പ്രാവർത്തികമാക്കണം. മനസ്സിലായില്ലേ? ഏത് എന്നുള്ളതൊന്നും ഇവിടെ പറയുന്നില്ല. അതൊന്നും അല്ല നമുക്കിവിടെ എന്താ പറയുക പ്രസക്തമായത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ്? മൊഡാൽ ഓക്സിലറി യൂസ് ചെയ്യുന്നത്, ഷുഡ് എന്നുള്ള മൊഡാൽ ഓക്സിലറി യൂസ് ചെയ്യുന്നത് ഐഡിയൽ ആക്ഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ഷൻ കാണിക്കാനാണ്. ദിസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ബിഫോർ വി അപ്ഡേറ്റ് ദ ഡേറ്റാബേസ്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? ട്രൈ ടു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ബൈ യുവർ സെൽഫ്. ദെൻ ദ നെക്സ്റ്റ് place or situation where we can use this should is to show probability. എന്തെങ്കിലും പ്രൊബബിൾ ആയിട്ടുള്ള ആക്ഷൻസ് കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഷുഡ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദിസ് ഷുഡ് മേക്ക് ദം ചേഞ്ച് ദെയർ മൈൻഡ്സ് ഓർ ദാറ്റ് ഷുഡ് മേക്ക് ദം ചേഞ്ച് ദെയർ മൈൻഡ്സ്. ഒരു പക്ഷേ അവരുടെ മൈൻഡ് ഇതുവഴി ചേഞ്ച് ചെയ്യുമായിരിക്കാം. വി ആർ നോട്ട് ഷുവർ, ബട്ട് സം പോസിബിലിറ്റി, എ പ്രോബബിലിറ്റി ഈസ് ദർ അല്ലേ? പ്രൊബബിളായിട്ടുള്ള ആക്ഷൻസ് കാണിക്കാൻ നടക്കുമായിരിക്കും, മേ ബി. ആ തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാ യൂസ് ചെയ്യുന്നത്? പ്രൊബബിലിറ്റി കാണിക്കാൻ. ടു ഇൻഡിക്കേറ്റ് ഓർ ടു ഷോ പ്രൊബബിലിറ്റി വി ആർ യൂസിങ് ഓർ വി ആർ സീക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് ദ മൊഡാൽ ഓക്സിലറി ഷുഡ്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? വാട്ട്സ് ദ എക്സാമ്പിൾ? ദാറ്റ് ഷുഡ് മേക്ക് ദം ചേഞ്ച് ദെയർ minds. Understood that? Only one example is provided for you. The better thing you have to do is, or the best thing you have to do is to do more and more examples, yes, to find out the questions and find out the answers with the help of any materials you can use for that, either your textbook or the help of any standard grammar text, etc. Understood that? Then finally we are saying that should is used to reflect intention, എ പെർട്ടിക്കുലർ ഇൻറ്റൻഷൻ, എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശ്യങ്ങൾ, എന്തെങ്കിലും എയിംസ്, അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ, അതൊക്കെ കാണിക്കാൻ നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. ഐ ഷുഡ് ട്രൈ ടു കൺവിൻസ് ദെം ടു ഓൾട്ടർ ദിസ്. ഞാൻ അവരെ കൺവിൻസ് ചെയ്യണം അല്ലേ? ഇത് ഓൾട്ടർ ചെയ്യാനും വേണ്ടി ഞാൻ അവരെ കൺവിൻസ് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തണം, അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ഓൾട്ടർ ചെയ്യണം. അണ്ടർസ്റ്റുഡ് ദാറ്റ്? അപ്പോൾ അതൊരു എയിമാണ്, അതൊരു ഇൻറ്റൻഷനാണ്. സോ ഇൻ ഓർഡർ ടു ഷോ ദ ഇൻറ്റൻഷൻ വി ആർ യൂസിങ് വാട്ട്?
The modal auxiliary should. Understood that? No no ways for tensions or any confusions. ഒന്നും ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈസിയാണ്. 3 or 4 times you read this, you go through the notebooks and you hear the classes, then it will be easier for you. ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പമാണ്. മൊഡാൽ ഓക്സിലറീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഷാളും ഷുഡുമാണ്. അതിൽ ഷാൾ വി സേ ദാറ്റ് future actions, in order to show future actions we are using shall. Similarly, to show determinations we are using shall. Understood that? Then where should is used? Should is used to show the best actions or best deeds or best suggestions. Understood that? Then in order to show probability and intention also, ഏതെങ്കിലും ഒരു probability സാധ്യത കാണിക്കാനും വേണ്ടി നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻറ്റൻഷൻസ്, എന്തെങ്കിലും എയിംസ് കാണിക്കാനും വേണ്ടിയിട്ടും നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ വൺ മോർ പോയിന്റ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇസ് ഇൻ informal languages and in spoken languages we are using the contracted form of shall and will. That is, we are using I apostrophe double L, and it will be pronounced as I will or I shall. Understood that? So this is today's class, and if you have any doubts, you please contact me personally, and the queries will be rectified. And please try to note down the points in your notebook also, and start your studies, because the exams will be conducted within the month of March. ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. മാർച്ച് മന്തിൽ നമുക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ നോട്ട്സൊക്കെ ഫിനിഷ്ഡ് ആവണം, സ്റ്റഡീസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. Hope all of you understood the modal auxiliary shall and should. In the next class we will be discussing will and would. Okay, thank you. Have a nice day to all of you.